കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2025-26 ഡിഗ്രിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചിലവർക്ക് ചില മിസ്റ്റേക്കുകൾ കാണും, അല്ല ഇനി കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ കിട്ടാൻ സാധ്യതയില്ലാത്തതായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന 80% പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അതായത് ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, കുറേ കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് വെച്ച ഓപ്ഷൻ തന്നെ വന്ന കുട്ടികളുണ്ടായിരിക്കും, അല്ല നിങ്ങൾക്ക് ഇനിയും അതിൽ താഴെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും വന്നത്. ചിലപ്പോൾ ഒരു കുട്ടികൾക്ക് വരാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് 17 അതായത് ഇന്ന് വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നാളെയാണ് നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ നാളെ നിങ്ങളിപ്പം എഡിറ്റ് ചെയ്യാനിപ്പം ഇന്നലെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലാസ്റ്റിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് റീഅറേഞ്ച് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പം നിങ്ങളിപ്പം വെച്ചിരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കുറേ കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കിയിട്ടായിരിക്കും ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ചില കുട്ടികൾ അവർക്ക് പോകാൻ താല്പര്യമുള്ള കോളേജിൻ്റെയൊക്കെ രീതിയിലായിരിക്കും എന്ത് വെച്ചിട്ടുള്ളത്, ഓപ്ഷൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ട്രയൽ അലോട്ട്മെൻറ്റിനോട് അല്ലെ കഴിഞ്ഞ ഇൻഡെക്സ് മാർക്കിനോടുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഈ വർഷവും അഡ്മിഷൻ നടക്കുന്നത്. കുട്ടികളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ മാർക്കിലൊന്നും വ്യത്യാസമില്ലെങ്കിൽ ഏകദേശം അതേ ഇൻഡെക്സ് മാർക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇൻഡെക്സ് മാർക്ക് നോക്കി വെച്ച വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഏതൊക്കെ കോളേജുകൾ വെക്കണമെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം, കാരണം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ അവരുടെ മാർക്കിൻ്റെയൊക്കെ ബേസിസിലാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മിക്ക കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലെല്ലാം എല്ലാ കാറ്റഗറിയുടെയും ഇൻഡെക്സ് മാർക്ക് കാണിക്കും. അതായത് ജനറൽ, OBC, മുസ്ലിംസ്, EWS, SC, ST ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ കാറ്റഗറിയുടെയും കാണിക്കും. പക്ഷേ ചില കോളേജിലാണെങ്കിൽ ജനറലും അതുപോലെ തന്നെ SC, ST മാത്രമായിരിക്കും കാണിക്കുന്നത്. അത് മിക്ക എയ്ഡഡ് കോളേജിലും അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പം ആ ഒരു ജനറലിൽ നിന്ന് ഒരു 50-100 ഇടയ്ക്കായിരിക്കും അടുത്ത OBCയിൽ വരുന്നത്. അത്രയും പോലും ചിലപ്പോൾ OBCയിൽ വരത്തില്ല. നിങ്ങൾ എന്നാലും ഒരു 20-30 താത്താൽ മതി. 50-അടിയിലായിരിക്കും ഈ OBCയുടെ മാർക്ക് കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ജനറലിന് 1300 തന്നിരിക്കുന്നതെങ്കിൽ 1250-നും 1300-നും ഇടയ്ക്കുള്ള ഒരു ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും മേ ബി എവിടെ വരാൻ സാധ്യതയുള്ളത്, നമ്മുടെ OBC കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ, ഒരു 20-30 സ്റ്റുഡൻസിൻ്റെ ഇൻഡെക്സ് മാർക്ക് വ്യത്യാസമേ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പം ആ കോളേജ് എത്ര റാങ്ക് വരെ ഉള്ളവരെയാണ് ആ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ കോളേജിലും എത്രാമത്തെ റാങ്കിലാണ്, അതായത് എത്ര റാങ്ക് വരെ ഉള്ളവരെ അവിടെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ചിലപ്പം ഏകദേശം നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരുപാട് കുട്ടികൾ ഇത് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ 1400 ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ആ കുട്ടി വെച്ചിരുന്ന കോളേജുകളെല്ലാം ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, SN കോളേജിൽ BCom കിട്ടാൻ 1300 ഇൻഡെക്സ് മാർക്ക് വേണ്ടത്.
പക്ഷേ ആ കുട്ടിക്ക് 1400 ഉണ്ടായിരുന്നു, പക്ഷേ SN കോളേജ് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, വീണ്ടും SN കോളേജ് വെക്കാം. അപ്പോൾ SN കോളേജ് നേരത്തെ കിട്ടിയ ഒരു കുട്ടി എന്ത് ചെയ്യാം, ആ റാങ്കിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്യാറുണ്ട്, മാറ്റി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നത് തന്നെ വരണമെന്നുള്ളത് യാതൊരുവിധ ഉറപ്പുമില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നത് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമെന്നുള്ളതില്ല. ചിലപ്പോൾ മാറി വരാം, അല്ലെങ്കിൽ അതേ ഓപ്ഷൻസ് തന്നെ വെക്കാം. കുട്ടികൾ എന്ത് ചെയ്യുന്നതിനനുസരിച്ച്, എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എഡിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്, അതായത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് 1300 1200 ഇൻഡെക്സ് മാർക്ക് വരുന്ന കോളേജുകളാണ്, പക്ഷേ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് 1000 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കോളേജുകൾ കൂടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറേ കോളേജുകളിലൊക്കെ ഇൻഡെക്സ് മാർക്ക് കുറവായിരിക്കും കാണിക്കുന്നത്. അത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രോസ്പെക്ടസിൽ നോക്കുക ഏതൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്നുള്ളത്. കോളേജിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജുകൾ കൂടി നിങ്ങളുടെ ഓപ്ഷനിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു 20 ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വെക്കുക. ആ ഒരു 20 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്കിനോട് ചേർന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വരുന്ന കോളേജുകൾ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഓരോ കോളേജും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള അനുസരിച്ച് വേണം നിങ്ങൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ നിങ്ങൾ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുക. നിങ്ങൾ എത്രാമത്തെ റാങ്കിലാണ് അവിടെ കിടക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അതായത് ഞാൻ ഇത്രാമത്തെ റാങ്കിലാണ്, എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. അതൊന്നും പറയാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നാലും നമുക്ക് പറയാനായിട്ട് പറ്റും ഏകദേശം ഇനി എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത്. പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് ടെമ്പററി ആണ്. കാരണം ഇന്ന് വരെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാ കുട്ടികളും അത് എഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പ് പറയാനോ ആ റാങ്ക് ലിസ്റ്റ് അത് തന്നെയാണെന്ന് പറയാനോ സാധിക്കത്തില്ല. ചിലപ്പം ആ റാങ്ക് ലിസ്റ്റിലേക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ഒരുപാട് കുട്ടികൾ ആ റാങ്ക് ലിസ്റ്റിലേക്ക് വരും, അല്ലെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ആ കോളേജുകൾ റിമൂവ് ചെയ്യും. ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നോക്കി നമുക്ക് എത്രാമത്തെ റാങ്ക് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഇല്ല, പിന്നെ നേരിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികൾ ആ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി വരത്തില്ല, ആ പഴയ കുട്ടികൾ തന്നെയായിരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, കോളേജിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ റാങ്ക്, ഇത്രയും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ കോളേജുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളിപ്പോൾ കഫയിലൊക്കെ പോയി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്ര കോളേജുകൾ പറയും, അവർ കുറേ ഓപ്ഷൻസ് വെക്കും. അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. മാർക്കില്ലെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഇപ്പോൾ കഫയിൽ പോയി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് തിരക്കായിരിക്കും, അപ്പോൾ അവർ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ പോവുക. നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുള്ള കോളേജുകൾ എഴുതി വെക്കുക. ഇനിയിപ്പോൾ കഫയിലൊന്നും പോകണമെന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ഫോണിലൂടെ എങ്ങനെയാണ് ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജുകൾ ആഡ് ചെയ്യുക. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് കുട്ടികളുടെ ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തയോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിലായിട്ട് കൊടുത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്